നമസ്കാരം. കേരള സർക്കാരിന്റെ നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഒപ്പം ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിലെ അവ്യക്തതയിൽ ദേവസ്വം ബോർഡിന് പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് ബോർഡ് അധ്യക്ഷൻ ജയകുമാർ പറഞ്ഞിരിക്കുന്നു. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച നവകേരള സർവേയിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കി. പരിപാടി നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി. സർക്കാരിന്റെ കരണത്തേറ്റ അടി എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നവകേരള സർവേക്ക് സർക്കാർ തുടക്കം കുറിച്ചത്. 20 കോടി രൂപ ഇതിനായി വകയിരുത്തി. CPIM LDF പ്രവർത്തകരെയാണ് സർവേയുടെ കർമ്മസേന അംഗങ്ങളായി തീരുമാനിച്ചത്. ഇതിനെതിരെയാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, മുബാസ് എന്നിവർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. CPIMന്റെ രാഷ്ട്രീയ പ്രചാരണത്തിനു വേണ്ടി പൊതുഖജനാവിൽ നിന്ന് പണം ഉപയോഗിക്കുന്നുവെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. പദ്ധതിക്ക് പണം വകയിരുത്തിയതുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതി സർക്കാരിനോട് ചോദിച്ചു. തുടർന്നാണ് സർവേ റദ്ദ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നത്. നവകേരള സർവേ പദ്ധതിക്ക് ബജറ്റ് അലോക്കേഷനോ ധനകാര്യ അനുമതിയോ ഇല്ല എന്ന് കോടതി നിരീക്ഷിച്ചു. സർവേ നിയമവിരുദ്ധമെന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വ്യക്തമാക്കി. സർക്കാരിന് കരണത്തേറ്റ അടിയെന്ന് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള കനത്ത തിരിച്ചടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ വേണ്ടി സർക്കാർ ഫണ്ടിൽ നിന്നും DYFIക്കാർക്കും CPMനും ഫണ്ട് കൊടുക്കുകയാണ്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോടതിയുടെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോടതി ശരിയായ അർത്ഥത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യിക്കുന്ന ജോലിയാണ് ഇവർ ഏറ്റെടുത്തത്. നാണം കെട്ട പരിപാടിയല്ലേ അവർ ചെയ്യാൻ തീരുമാനിച്ചത്. തിരഞ്ഞെടുപ്പിന് മുൻപുള്ള LDFന്റെ സ്ക്വാഡ് വർക്കാണ് സർവേ എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. 24 കൊച്ചി. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട അടുത്ത വാർത്തയിലേക്കാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലെ ചിലവ് കണക്കുകളിലെ അവ്യക്തതയിൽ പിഴവ് സംഭവിച്ചത് ദേവസ്വം ബോർഡിനെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. പിഴവ് ഓഡിറ്ററുടേതല്ലെന്നും ഓഡിറ്റർക്ക് ദേവസ്വം ബോർഡ് കൃത്യമായ മറുപടി നൽകിയില്ലെന്നും K. ജയകുമാർ പറഞ്ഞു. ഇതിനാൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ വസ്തുതാപരമായ പിശകുകളുണ്ടായി. ഓഡിറ്റ് റിപ്പോർട്ട് അന്തിമമല്ലെന്നും പുതുക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് ഈ മാസം 26-ന് കോടതിയിൽ സമർപ്പിക്കുമെന്നും K. ജയകുമാർ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്നാണ് ഈ ബോർഡിൻ്റെ വിശദമായിട്ടുള്ള ഒരു പഠനത്തിന് വിധേയമായത്. ഈ റിപ്പോർട്ടുകളുടെ പരാമർശങ്ങൾക്ക് കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമയോചിതമായിട്ട് കാര്യങ്ങൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടുണ്ടായ വീഴ്ചയാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് സമയപരിധി പാലിക്കാനായിട്ട് കൊടുത്തു എന്നുള്ളത് ശരിയാണെങ്കിലും ആ ഓഡിറ്റ് റിപ്പോർട്ട് ഒരു അന്തിമമായ റിപ്പോർട്ടായി ഈ ബോർഡ് കരുതുന്നില്ല. അപ്പോൾ ഈ റെക്ടിഫിക്കേഷൻ അടിയന്തരമായി നടത്തണം എന്നാണ് ഇന്ന് ബോർഡ് തീരുമാനിച്ചത്. 27-ാം തീയതിയാണ് വയസ്സ് വരുന്നത്. അതുകൊണ്ട് 26-ാം തീയതിക്ക് മുമ്പ് 10 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ റെക്ടിഫിക്കേഷൻസ് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തണം എന്നാണ് ഇന്നത്തെ ബോർഡിൻ്റെ തീരുമാനം. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, പ്രധാനമായും 2 കാര്യങ്ങൾ. അതിൽ ഒന്ന്, ഈ പറയുന്നത് പോലെ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഓഡിറ്റർ ചില കാര്യങ്ങൾ അന്വേഷിച്ചതാണ്, പക്ഷെ കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞില്ല ദേവസ്വം ബോർഡിന് എന്ന് പറയുന്നു. അപ്പോൾ ആ പിഴവ് സംഭവിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് K. ജയകുമാർ പറയുന്നു. മറ്റൊന്ന്, MOU ആയി ഒപ്പിട്ട തുക നൽകാൻ കഴിയില്ല എന്ന് കൂടി K. ജയകുമാർ പറയുകയാണല്ലോ. അപ്പോൾ അതിന്റെ സാഹചര്യം എന്താണ്? അതിലിപ്പോൾ IIIC കമ്പനിയൊക്കെ എങ്ങനെയാണ്, ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഇതിനെ എങ്ങനെ കാണും എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമുണ്ടല്ലോ. അനുജ, ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പായിട്ടുള്ള IIIC അവരുമായി നടത്തിയ പ്രാഥമിക ചർച്ചയായിരുന്നു. അതിൽ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ അദ്ദേഹമൊക്കെയാണ് ചർച്ച നടത്തിയത്. പക്ഷേ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് കണക്കുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടിയും വ്യക്തതയും ഇല്ല എന്നുള്ളതാണ്. ഇനി ഇക്കാര്യത്തിലെ വിഷയങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ IIIC എന്ന് പറയുന്ന കമ്പനിയുമായി MOU ഒപ്പിട്ടത് 8.22 കോടി രൂപയായിട്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് ഏതാണ്ട് 4.99 കോടി രൂപ എന്ന രീതിയിലേക്ക് ചുരുക്കി. മാത്രമല്ല, ഈ ബില്ലുകളടക്കം ഊരാളുകൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ IIIC സമർപ്പിച്ചിരിക്കുന്നത് 6.something കോടി രൂപയുടെയാണ്. സ്വാഭാവികമായും അതടക്കമുള്ള കണക്കിൽ വലിയ അന്തരമുണ്ട്. കോടതി തന്നെ ഇക്കാര്യം ചോദ്യം ചെയ്തതുമാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് IIIC ഗ്രൂപ്പുമായി ചർച്ച നടത്തിയത്. പക്ഷേ ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗിക തീരുമാനത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ 4.99 കോടി എന്ന ദേവസ്വം ബോർഡ് നിലപാടിനെ അംഗീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം, അതായത് K. ജയകുമാർ വ്യക്തമാക്കിയ കാര്യം ഇങ്ങനെയാണ്: ഓഡിറ്റ് റിപ്പോർട്ട് ഇന്നാണ് ഈ ദേവസ്വം
ബോർഡിന്റെ മുൻപിലേക്ക് വിശദമായ ചർച്ചയ്ക്ക് വിധേയമായത്. കോടതി നിശ്ചയിച്ച സമയപരിധി ഉള്ളതിനാൽ മുൻപ് വിശദമായി പരിശോധിച്ചിരുന്നില്ല. ഓഡിറ്റ് റിപ്പോർട്ട് നേരിട്ട് കോടതിയിൽ കൊടുക്കുകയായിരുന്നു. സത്യവാങ്മൂലം അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ദേവസ്വം ബോർഡ് കൊടുത്തിരുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഓഡിറ്റർ പല കാര്യങ്ങളും ചോദിച്ചിരുന്നു, എന്നാൽ കൃത്യമായ മറുപടി സമയബന്ധിതമായി നൽകാൻ ബോർഡിന് സാധിച്ചിരുന്നില്ല. ഇതാണ് പിഴവായി കാണുന്നത്. ദേവസ്വം ബോർഡിന്റെ പിഴവ് തന്നെയാണ്. അത് ഓഡിറ്റർക്ക് കൃത്യമായ മറുപടി ഈ കണക്കുകൾ കൊടുക്കാൻ കഴിയാത്തതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ അങ്ങനെ ഒരു വലിയ അന്തരം സംഭവിക്കാനുള്ള കാരണമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇന്ന് വ്യക്തമാക്കിയ കാര്യം. ഈ സാഹചര്യത്തിൽ 10 ദിവസത്തിനുള്ളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പോരായ്മകൾ പരിഹരിക്കാൻ ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചു. ദേവസ്വം കമ്മീഷണർ, അക്കൗണ്ട് ഓഫീസർ, ചീഫ് എഞ്ചിനീയർ എന്നിവർ അടങ്ങുന്ന ടാസ്ക് ഫോഴ്സാണ് ഇനി ഇക്കാര്യത്തിൽ കാര്യങ്ങൾ നോക്കുക. അതായത് ബില്ലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഓഡിറ്ററുമായി ചർച്ച നടത്തി അന്തിമ ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിൽ 26-ന് സമർപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോഴും നമ്മളുടെ ചോദ്യം MOയിൽ പറഞ്ഞതിനേക്കാൾ എങ്ങനെയാണ് 4.99 കോടി രൂപ ഇത് നിജപ്പെടുത്തിയത്, തരപ്പെടുത്തിയത് എന്നുള്ളതാണ്. സ്വാഭാവികമായും അതൊരു വലിയ ചോദ്യമാണ്. ഏതായാലും 26-ന് കൊടുക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ ടാസ്ക് ഫോഴ്സ് നടത്തുന്ന ക്രോസ് ചെക്കിങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഉണ്ടാകും. അതേസമയം ഇപ്പോഴും നമ്മൾ പറയുന്നത് കൃത്യമായ ആഗോള അയ്യപ്പ സംഘം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു കണക്ക് അത് ദേവസ്വം ബോർഡിനുമില്ല. MOയുനേക്കാൾ എങ്ങനെയാണ് 4.99 കോടി രൂപയായി നിജപ്പെടുത്തിയതെന്നുള്ള കാര്യത്തിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന് കൃത്യമായ ഉത്തരമില്ല. അദ്ദേഹം അപ്പോഴും പറയുന്നത് ഇതൊക്കെ മുൻ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകൾ എന്ന നോട്ടക്കുറവ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതിൽ ഒതുങ്ങി നിൽക്കുകയാണ് അനുജ. അതാണ് പഴയ ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് എല്ലാം എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ കെ ജയകുമാർ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ബില്ലുകൾ പരിശോധിക്കാൻ പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ രൂപീകരിക്കും എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. കൃത്യമായ കണക്കുകൾ കോടതിയിൽ സമർപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട അടുത്ത വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് വരണമെന്ന് ജയറാം പറഞ്ഞു. ഇടനിലക്കാരനായ കൽപേഷിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. ഞാൻ ഇറങ്ങിയിട്ട് പറഞ്ഞു തരാം. രാവിലെ 11 മണിയോടെ നടൻ ജയറാം അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരായി. തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് വരണമെന്ന ജയറാം. കുടുങ്ങാനുള്ളവരെല്ലാം കുടുങ്ങട്ടെ എന്നും പ്രതികരണം. സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ്. ദ്വാരപാലക പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ED ചോദിച്ചറിയും. കേസിൽ ഇടനിലക്കാരനായ കൽപേഷും അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരായിട്ടുണ്ട്. ഇന്നലെ ചോദ്യം ചെയ്ത ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയെ പൂർണ്ണമായി ED വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല. 24 കൊച്ചി. ശബരിമല യുവതീ പ്രവേശത്തെ അനുകൂലിച്ചുള്ള മുൻ നിലപാടിൽ സർക്കാർ മാറ്റം വരുത്തുമെന്ന് സൂചന. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള LDF നേതാക്കളുടെയും മന്ത്രിമാരുടെയും പ്രതികരണങ്ങളിൽ ഈ സൂചനയാണ് ഉള്ളത്. വിഷയത്തിൽ സർക്കാർ ഉരുണ്ട് കളിക്കുന്നുവെന്ന വിമർശനം പ്രതിപക്ഷം ആവർത്തിച്ചു. ശബരിമല യുവതീ പ്രവേശനത്തിൽ ഏപ്രിൽ 7 മുതൽ സുപ്രീംകോടതിയിൽ വാദം ആരംഭിക്കാനിരിക്കെയാണ് സംസ്ഥാന സർക്കാർ നിലപാട് എന്തെന്ന ആകാംക്ഷ. യുവതി പ്രവേശത്തെ അനുകൂലിച്ചുള്ള മുൻ നിലപാട് സർക്കാർ തിരുത്തിയേക്കുമെന്ന സൂചനയാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വാക്കുകൾ. പാർട്ടിയെ സംബന്ധിച്ച് എല്ലാ കാലത്തും മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ള സമീപനം പാർട്ടി പിന്തുടർന്നിട്ടുണ്ട്. ഇപ്പോൾ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒക്കെ. പക്ഷെ അതെല്ലാം സാമൂഹികമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അതാണ് പാർട്ടിയുടെ പൊതു സമീപനം. മന്ത്രിമാരുടെ പ്രതികരണങ്ങളും ഇക്കാര്യം വ്യക്തമാക്കുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്ന് പ്രതിപക്ഷം. ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ്. മുഖ്യമന്ത്രി മൗനം ദീക്ഷിക്കുന്നു. അതേ അവസരത്തിൽ നിയമമന്ത്രി കൃത്യമായ ഉത്തരം പറയുന്നില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. യുവതി പ്രവേശനത്തിൽ സർക്കാർ നിലപാട് മാറ്റരുതെന്ന് KPMS ആവശ്യപ്പെട്ടു. ജനാധിപത്യ സ്ത്രീ പുരുഷ സമത്വവും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ നിന്ന്, പുരോഗമന ആശയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയാൻ പാടില്ല എന്നതാണ് നമ്മളുടെ അഭിപ്രായം. തിരഞ്ഞെടുപ്പ് കണ്ട് സംസ്ഥാന സർക്കാർ നിലപാട് പറയാതിരിക്കരുതെന്നാണ് ആക്ടിവിസ്റ്റ് തൃപ്തി ദേശായി 24നോട് പറഞ്ഞത്. വിഷയത്തിൽ സർക്കാർ നിലപാട് തിരുത്തണമെന്ന് SNDP യോഗവും NSSും ഇന്നലെ പ്രതികരിച്ചിരുന്നു. 24 തിരുവനന്തപുരം. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണം എന്ന് പറഞ്ഞിരിക്കുകയാണ് കോടതി. മുൻ രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ VCക്കെതിരെ കോടതിയലക്ഷ്യ കുറ്റം നിലനിൽക്കും എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മാർച്ച് 13-ന് ഹാജരാകണം എന്നുള്ളതാണ് നിർദ്ദേശം. അടുത്ത വാർത്തയിലേക്ക്.
ശബരിമല സന്നിധാനത്ത് വീണ്ടും പടിപൂജ മുടങ്ങി. അടുത്ത 15 വർഷത്തേക്ക് ബുക്കിംഗ് സ്ലോട്ട് ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കെയാണ് തുടർച്ചയായി 2 ദിവസം പടിപൂജ മുടങ്ങിയത്. സ്ലോട്ട് മറിച്ചു വിൽക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ദേവസ്വം വിജിലൻസ് അന്വേഷണം ഊർജിതമാക്കി. 2040 വരെ ശബരിമല സന്നിധാനത്ത് പടിപൂജയ്ക്ക് സ്ലോട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് വിശ്വാസികളെ അറിയിച്ചിരുന്നു. അതിനിടെയാണ് കുംഭമാസ പൂജയ്ക്കായി നട തുറന്നപ്പോൾ 2 ദിവസങ്ങളിൽ പടിപൂജ മുടങ്ങിയത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയും ഇന്നലെയും സന്നിധാനത്ത് പടിപൂജ നടന്നില്ല. പൂജയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്ത ആൾ എത്താത്തതിനെ തുടർന്നായിരുന്നു മുടക്കം. ഏകദേശം 1,40,000 രൂപയോളം ചിലവ് വരുന്നതാണ് പടിപൂജ. ഇതിനായി 6 മാസം മുൻപെങ്കിലും സ്ലോട്ട് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുന്ന സ്ലോട്ട് മറിച്ചു വിൽക്കുന്നതായി വിജിലൻസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പടിപൂജ മുടങ്ങിയത്. പൂജ ബുക്ക് ചെയ്ത ആളോ അവരുമായി അടുത്തു നിൽക്കുന്ന ബന്ധത്തിൽപ്പെട്ടവരോ പൂജയ്ക്കെത്തണമെന്നാണ് ചട്ടം. ഇതല്ലാതെ വരുന്നവരെ വിജിലൻസ് പൂജയ്ക്കായി അനുവദിക്കില്ല. പൂജയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്ത സ്ലോട്ടുകൾ 3-4 ഇരട്ടി തുകയ്ക്ക് മറിച്ചു വിൽക്കുന്നതായുള്ള ആരോപണവും വിജിലൻസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ബുക്ക് ചെയ്തവർ വരാതാകുമ്പോൾ പൂജ നേരത്തെ മുടങ്ങിയിട്ടുണ്ടെന്നാണ് തന്ത്രി അടക്കമുള്ളവരുടെ വിശദീകരണം. വഴിപാട് മുടങ്ങിയാലും നിത്യനിദാനങ്ങൾ സന്നിധാനത്ത് മുടങ്ങില്ലെന്നും തന്ത്രി പറയുന്നു. 24 പത്തനംതിട്ട. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ലഭിച്ച കൂത്തുപറമ്പ് പേരാമ്പ്ര സീറ്റുകൾ മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കില്ല. അഴീക്കോടിന് പകരം KM ഷാജിയെ കാസർഗോഡോ കൊടുവള്ളിയിലോ മത്സരിപ്പിക്കും. കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്താൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ തിരുവമ്പാടിയിൽ സ്വതന്ത്രൻ മത്സരിച്ചേക്കും. 24 എക്സ്ക്ലൂസീവ്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ കോഴിക്കോടും മലപ്പുറവും പിന്നിട്ടിട്ടും ലീഗുമായുള്ള സീറ്റ് വിഭജനത്തിൽ തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച 27 സീറ്റുകളിൽ തന്നെ ഇത്തവണയും മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗ് നിലപാടെടുക്കുന്നു. കഴിഞ്ഞ തവണ ലഭിച്ച കൂത്തുപറമ്പ് പേരാമ്പ്ര സീറ്റുകൾ വിട്ടുകൊടുക്കില്ലെന്നും മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നു. കൂത്തുപറമ്പിൽ ദേശീയ വൈസ് പ്രസിഡന്റ് സഫാരി സൈനുലാബിദിനെ മത്സരിപ്പിക്കാനാണ് ലീഗ് നീക്കം. പ്രാദേശിക വിഭാഗീയത കണക്കിലെടുത്തും സമസ്ത വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുമാണ് ലീഗ് നേതൃത്വത്തിന്റെ നീക്കം. വ്യവസായിയും സുപ്രഭാതം ദിനപത്രത്തിന്റെ ചെയർമാനും വൈസ് ചെയർമാനും കൂടിയായ സഫാരി സുനൈലാബിദിനോട് മത്സരിക്കണമെന്ന് ലീഗ് സംസ്ഥാന നേതൃത്വം നേരിട്ട് ആവശ്യപ്പെട്ടു. പേരാമ്പ്രയിൽ ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി TT ഇസ്മായിൽ, CP അസീസ് മാസ്റ്റർ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ KM ഷാജി അഴീക്കോട് വിട്ട് കാസർഗോഡോ കൊടുവള്ളിയിലോ മത്സരിക്കും. ലീഗും കോൺഗ്രസും വെച്ചുമാറാൻ ഉദ്ദേശിക്കുന്ന തിരുവമ്പാടിയിൽ തർക്കം തുടരുകയാണ്. തവനൂർ വിട്ടു നൽകാൻ കോൺഗ്രസിൽ തീരുമാനമായിട്ടില്ല. തിരുവമ്പാടിയിലും മുസ്ലിം ലീഗ് മത്സരിച്ചാൽ 3 ജില്ലകളിൽ ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ UDFന് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ലെന്നതാണ് കാരണം. എന്നാൽ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ തിരുവമ്പാടിയിൽ സ്വതന്ത്രൻ മത്സരിച്ചേക്കും. അലക്സ്ര മുഹമ്മദ്, 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗിനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരെ അതിരൂക്ഷ വിമർശനം തുടർന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ പാർട്ടികൾ ഉണ്ടാക്കി അധികാര കസേരകളിൽ അടയിരിക്കുന്നുവെന്നാണ് യോഗനാഥം എഡിറ്റോറിയലിലെ പരാമർശം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അർഹമായ പ്രാതിനിധ്യമില്ലെങ്കിൽ സമുദായം ബാലറ്റിലൂടെ മറുപടി പറയുമെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ മുന്നറിയിപ്പ്. യോഗനാഥത്തിലെ എഡിറ്റോറിയൽ വിമർശനങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം വയ്ക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാധാന്യം നൽകണം. രാഷ്ട്രീയ പാർട്ടികളിൽ അടികൊള്ളാനും കൊല്ലപ്പെടാനും പിന്നോക്കക്കാരും അധികാര കസേരകളിൽ മറ്റുള്ളവരുമെന്ന രീതി ഇനി തുടരാനാവില്ല. അധികാര രാഷ്ട്രീയത്തിലെത്താൻ വിലപേശൽ വേണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ഭൂരിപക്ഷ സമുദായങ്ങളെ ഉപദേശിക്കുന്നു. പിന്നാക്ക വിഭാഗങ്ങൾക്ക് അർഹമായത് ചോദിച്ചു വാങ്ങാൻ കുമാരനാശാനെ ശ്രീനാരായണ ഗുരു പ്രജാസഭയിലേക്ക് അയച്ച ചരിത്ര സംഭവത്തെ കൂട്ടിച്ചേർത്താണ് വെള്ളാപ്പള്ളിയുടെ എഡിറ്റോറിയൽ. വിമർശനമേറെയും മുസ്ലിം ലീഗിനെതിരെ. 10 വർഷം കൊണ്ട് സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കണമെന്ന ലീഗ് നേതാക്കളുടെ പ്രസ്താവന ഭൂരിപക്ഷ ജനതയ്ക്കുള്ള മുന്നറിയിപ്പായാണ് വെള്ളാപ്പള്ളി നടേശൻ ഉദ്ധരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ മതം പറഞ്ഞ് അധികാരം നേടി. മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുണ്ടാക്കി അധികാര പദവികൾ പിടിച്ചെടുത്തു. ഭൂരിപക്ഷ സമുദായങ്ങൾ തമ്മിൽ തല്ലിയും കാലുവാരിയും പരസ്പരം കുറ്റം പറഞ്ഞും നശിക്കുകയാണെന്നും വിമർശനം. അർഹതപ്പെട്ടത് ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമുദായം ബാലറ്റിലൂടെ മറുപടി പറയുമെന്നും എഡിറ്റോറിയലിൽ പറയുന്നു. 24 ആലപ്പുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുപാളയത്തിൽ നിന്ന് കൂടുതൽ പേരെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസ്. പാലക്കാട് മലമ്പുഴയിൽ VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A സുരേഷ് UDF സ്ഥാനാർത്ഥിയാകും. അതിനിടെ ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷൻ പ്രേംകുമാറും CPI സഹയാത്രികനും നടനുമായ ജയൻ ചേർത്തലയും ഇന്ന് കോൺഗ്രസ് വേദിയിലെത്തും.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFനെ വിശാല ജനാധിപത്യ പ്ലാറ്റ്ഫോമാക്കി മാറ്റുന്ന വിസ്മയകരമായ തീരുമാനമുണ്ടാകുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രഖ്യാപനം. ഇത് ശരിവെക്കുന്ന കൂടുമാറ്റങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. 13 വർഷമായി പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിട്ട് CPIഎമ്മിന് പുറത്തു നിൽക്കുന്ന VS അച്യുതാനന്ദന്റെ മുൻ PA A സുരേഷ് മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാകുന്നതാണ് ഒരു വിസ്മയം. ഇന്ന് വൈകിട്ട് പാലക്കാട് നടക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗ യാത്രയിൽ A സുരേഷ് പങ്കെടുക്കും. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയിൽ പാലക്കാട് സ്വീകരണത്തിൽ ഞാൻ പങ്കെടുക്കും. സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്നുള്ളത് UDFന്റെ നേതൃത്വമാണ് പറയേണ്ടത്, ഞാനല്ല. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട നടൻ പ്രേംകുമാറും കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുമെന്നാണ് സൂചന. കോൺഗ്രസ് സംഘടനയായ സംസ്കാര സാഹിതിയുടെ കോട്ടയത്തെ പരിപാടിയിൽ പ്രേംകുമാറാണ് മുഖ്യാതിഥി. ഇടത് അനുഭാവിയായിരുന്ന നടൻ ജയൻ ചേർത്തലയും സംസ്കാര സാഹിതിയുടെ പരിപാടിയിൽ എത്തുന്നുണ്ട്. ജയൻ ഇന്നലെ KC വേണുഗോപാലിനെ കണ്ടിരുന്നു. എന്നാൽ പ്രേംകുമാർ കോൺഗ്രസിലേക്ക് പോകില്ലെന്നാണ് CPIഎമ്മിന്റെ പ്രതീക്ഷ. എനിക്ക് തോന്നുന്നില്ല. പ്രേമൻ എനിക്ക് നല്ലോണം അറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പ്രേമം അങ്ങനെ പോകുന്നതിന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന വിസ്മയം LDFന്റെ ഭരണ തുടർച്ചയാകുമെന്നാണ് CPIഎമ്മിന്റെ ആത്മവിശ്വാസം. കേരളത്തിൽ സംഭവിക്കാനിടയുള്ള വിസ്മയം അതിലൊന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് കേട്ടു. കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് ശ്രീ മണിശങ്കർ അയ്യർ പറഞ്ഞു, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വീണ്ടും വരാനാണ് സാധ്യത. 24 തിരുവനന്തപുരം. ജയൻ ചേർത്തല കോൺഗ്രസിലേക്ക് പോകുന്നു എന്നതിൽ ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന് കാലങ്ങളായി പാർട്ടിയുമായി ബന്ധമില്ല, പണ്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ആദ്യം NCP ആയിരുന്നു എന്ന് തോന്നുന്നു, കുറച്ചു കാലം പാർട്ടിക്ക് അകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അടുത്ത വാർത്ത. രാഷ്ട്രീയ പ്രചരണ ജാഥകൾ പൂർത്തിയായതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കാൻ LDF. സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾക്കായി അടുത്ത തിങ്കളാഴ്ച LDF യോഗം വിളിച്ചു. 21-ന് ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും 20-ന് ചേരുന്ന CPI നേതൃയോഗങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കൂടിയാലോചന നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം നടന്ന 3 രാഷ്ട്രീയ ജാഥകളും സമാപിക്കുന്നതോടെ സീറ്റ് വിഭജന ചർച്ചകളിലേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും കടക്കാനാണ് LDFന്റെ തീരുമാനം. സീറ്റ് വിഭജനം സംബന്ധിച്ച കാര്യങ്ങളിൽ അന്തിമധാരണ ഉഭയകക്ഷി ചർച്ചയിലാകും ഉണ്ടാകുക. എന്നാൽ പൊതുവായ ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾക്കും വേണ്ടിയാണ് തിങ്കളാഴ്ച മുന്നണി യോഗം വിളിച്ചിരിക്കുന്നത്. LDF യോഗത്തിന് മുന്നോടിയായി ശനിയാഴ്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. മുന്നണിയിലെ സീറ്റ് വിഭജനം എങ്ങനെയാകണമെന്ന് സംബന്ധിച്ച ചർച്ചകൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടക്കും. ഘടകകക്ഷികൾക്ക് കഴിഞ്ഞ തവണ മത്സരിച്ച അത്രയും സീറ്റുകൾ തന്നെ നൽകാനാണ് സാധ്യത. എന്നാൽ തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ അയോഗ്യനായ ആന്റണി രാജുവിന്റെ പാർട്ടിക്ക് സീറ്റ് നൽകുമോ എന്നതാണ് ആകാംക്ഷ നടത്തുന്ന കാര്യം. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകൾക്കായി വെള്ളിയാഴ്ച CPI നേതൃയോഗങ്ങളും ചേരുന്നുണ്ട്. 3 ടേം നിബന്ധനയിൽ ഇളവ് നൽകുന്നതും യോഗത്തിന്റെ അജണ്ടയിൽ വരും. 2021-ൽ 25 സീറ്റുകൾ മത്സരിച്ച CPI ഇത്തവണയും അത്ര തന്നെ സീറ്റുകൾ മത്സരിക്കാനാണ് തയ്യാറെടുക്കുന്നത്. ചില സീറ്റുകൾ വെച്ചു മാറണമെന്ന നിർദ്ദേശം പാർട്ടിക്ക് മുന്നിലുണ്ട്. അതും വെള്ളിയാഴ്ചത്തെ നേതൃയോഗത്തിൽ ചർച്ചയായേക്കും. 24 തിരുവനന്തപുരം. കോടതി. വളരെ പ്രധാനപ്പെട്ട ആ വാർത്തയുടെ വിശദാംശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കോടതിയലക്ഷ്യ കേസിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി. യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജിയിലാണ് നടപടി. VCക്കെതിരെ കോടതിയലക്ഷ്യം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് കേരള സർവകലാശാല യൂണിയൻ അത് മരവിപ്പിച്ച VCയുടെ നടപടി റദ്ദാക്കുന്നതാണ്. കോടതി അത് ചെയ്തു. ഇപ്പോൾ മറ്റൊരു കേസിൽ ഇതാ അടുത്ത നടപടി ഉണ്ടാവുകയാണ്. അത് കുറച്ചുകൂടി കടുത്ത നടപടിയാണ്. നേരിട്ട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നു അടുത്ത മാസം. വിവരങ്ങൾ. പ്രധാനപ്പെട്ട നടപടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കോടതിയലക്ഷ്യ ഹർജിയിലാണ്. പ്രഥമ ദൃഷ്ട്യാ കോടതിയലക്ഷ്യ കുറ്റം നിലനിൽക്കും എന്നാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. മുൻ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട VCയുടെ നടപടിയിലാണ് ഇപ്പോൾ കോടതിയുടെ നിലപാട്. വിഷ്ണു, വിവരങ്ങൾ. അനുജ, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. മുൻ രജിസ്ട്രാറായിരുന്ന KS അനിൽകുമാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതായത് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ നേരത്തെ രജിസ്ട്രാർ അനിൽകുമാറിനെ മോഹൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ നടപടി പുനഃപരിശോധിക്കാൻ സിൻഡിക്കേറ്റിനോട് TR രവി അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് സിൻഡിക്കേറ്റ് കൂടി ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കുന്ന കാര്യം VC അറിയിച്ചെങ്കിലും VC അതിലൊരു തീരുമാനം എടുത്തിരുന്നില്ല. VC ആ സിൻഡിക്കേറ്റ് തീരുമാനം അംഗീകരിച്ചിരുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് VC കോടതിയലക്ഷ്യ നടപടി നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ച് KS അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജിയിലാണ് ഇപ്പോൾ ജസ്റ്റിസ് TV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് VCയോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാർച്ച് 13-ാം തീയതിയാണ് ഹാജരാകാനുള്ള നിർദ്ദേശം. അനുജ.
ശരി, അടുത്ത മാസം 13-ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണം എന്നതാണ് ഉത്തരവ്. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. മുതലക്കോടം സ്വദേശി ജെയിംസ് ബെന്നിയാണ് കലുങ്ക് നിർമ്മാണത്തിനായി എടുത്ത് കുഴിയിൽ വീണ് മരിച്ചത്. മാസങ്ങളായി അപകടാവസ്ഥയിൽ തുടരുന്ന കുഴി മൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇന്നലെ രാത്രി 10:45ഓടെയാണ് തൊടുപുഴയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്ന ജെയ്സ് ബെന്നിയുടെ ബൈക്ക് മുതലക്കോടം മാവിൻ ചുവട്ടിൽ അപകടത്തിൽപ്പെട്ടത്. വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇരുചക്ര വാഹനം കലുങ്ക് നിർമ്മാണത്തിനായി മാസങ്ങൾക്ക് മുമ്പെടുത്ത കുഴിയിൽ പതിച്ചു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജെയ്സിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. PWD ജീവനക്കാരുടെ അനാസ്ഥയാണ് അപകട കാരണമെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. വലിയൊരു അപകടമാണ് ഇത്. PWD വരുത്തിവെച്ച ഒരു അപകടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം താലൂക്ക് വികസന സമിതിയിൽ പല പ്രാവശ്യവും പലവട്ടവും PWD ഉദ്യോഗസ്ഥന്മാരെ ഇത് ധരിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നിത്യേന ആയിരക്കണക്കിന് വണ്ടികൾ വാഹനം ഇപ്പോൾ അറിയാം എത്രയോ ആളുകളാണ് വന്നു പോകുന്നത്. ഇനിയെങ്കിലും ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. UDF പ്രവർത്തകർ തൊടുപുഴ PWD ഓഫീസ് ഉപരോധിച്ചു. PWD വിജിലൻസ് ഡെപ്യൂട്ടി എഞ്ചിനീയറോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതായി മന്ത്രി മുഹമ്മദ് റിയാസ്. ഇതിന്റെ വീഴ്ച ഏത് ഭാഗത്തുനിന്ന് വന്ന് പരിശോധിക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പിന്റെ വിജിലൻസ് വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കർക്കശമായ നിലപാട് സ്വീകരിക്കും. മറ്റന്നാൾ വിദേശത്തേക്ക് പോകാനിരിക്കെയാണ് ജെയ്സ് ബെന്നി അപകടത്തിൽ മരിച്ചത്. 24 ഇടുക്കി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ ഇന്ത്യയിൽ. വൈകിട്ടാണ് നരേന്ദ്രമോദി മാക്രോ കൂടിക്കാഴ്ച. തന്ത്രപ്രധാന മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുന്ന ധാരണകളിലേക്ക് ഇരു രാജ്യങ്ങളും എത്തും. ഇന്ത്യയിലേക്കുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോന്റെ 5ാം വരവ്. മുംബൈയിലേക്ക് ഇതാദ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് ത്രിദിന സന്ദർശനം. സാമ്പത്തിക വിദഗ്ധരും വ്യവസായികളും സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന വലിയൊരു സംഘം ഫ്രഞ്ച് പ്രസിഡന്റിനൊപ്പമുണ്ട്. 114 റഫേൽ വിമാനങ്ങൾ വാങ്ങുന്നതടക്കം കാര്യങ്ങളിൽ പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റുമായി ചർച്ച ചെയ്തേക്കും. പുതിയ പല മേഖലകളിലേക്കും സഹകരണം വ്യാപിപ്പിക്കും. മുംബൈയിലെ ലോക് ഭവനിലാണ് ഉഭയകക്ഷി ചർച്ച. പിന്നാലെ ഇന്ത്യ ഫ്രഞ്ച് നൂതനാശയ വർഷം പരിപാടിയിൽ ഇരു നേതാക്കളും സംസാരിക്കും. ഡൽഹിയിൽ നടക്കുന്ന AI ഇംപാക്ട് സമ്മിറ്റിലും ഫ്രഞ്ച് പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്. സ്ട്രാറ്റജി ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഹെൽത്ത് കെയർ ഫോർ ഇന്ത്യ, ബെഞ്ച് മാർക്കിംഗ് ഓപ്പൺ ഡാറ്റ പ്ലാറ്റ്ഫോം ഫോർ ഹെൽത്ത് AI എന്നീ സംരംഭങ്ങൾക്കാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി AI സമ്മിറ്റിൽ ഇന്ന് തുടക്കം കുറിക്കുന്നത്. ആരോഗ്യ മേഖലയിലും AI സാന്നിധ്യം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഈ മാസം 20-ാം തീയതി വരെയാണ് ഡൽഹി ഭാരത് മണ്ഡപത്തിൽ AI ഉച്ചകോടി നടക്കുന്നത്. 20ഓളം രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. 24 മുംബൈ. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ സമരം 2ാം ദിവസത്തിലേക്ക് കടന്നു. സമരം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നും ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ഇന്നു മുതൽ 3 ദിവസം ഓൺലൈൻ ടാക്സി ഗിഗ് തൊഴിലാളികളുടെ പണിമുടക്ക്. നിശ്ചിത വേതനം നൽകുക, ലേബർ കോഡ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഓൺലൈൻ ടാക്സി തൊഴിലാളികളുമായി കൊച്ചിയിൽ നടന്ന ചർച്ചയും ഫലം കണ്ടില്ല. യുദ്ധഭീഷണി നിലനിൽക്കെ ഇറാൻ അമേരിക്ക നിർണായക ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ. ഒമാന്റെ മധ്യസ്ഥതയിലാണ് 2ാം ഘട്ട ആണവ ചർച്ച. പശ്ചിമേഷ്യൻ തീരത്ത് സൈനിക സന്നാഹം ശക്തമാക്കി അമേരിക്ക. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്കൂൾ വാൻ മറിഞ്ഞ അപകടം. പൂവത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 21 കുട്ടികൾക്ക് പരുക്ക്. ഒരു കുട്ടിയെ ICUവിലേക്ക് മാറ്റി. 1 PM ന്യൂസ് അവസാനിക്കുന്നു.